ശ്രീ എ സജീവൻ, ഈ അമ്മയടക്കമുള്ള സിനിമാ സംഘടനകളുടെ മൗനത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അമ്മയടക്കമുള്ള സിനിമാ സംഘടനകളുടെ മൗനത്തെ നമ്മൾ കാണേണ്ടത് അതൊരു അത്ഭുതമല്ലാത്ത രൂപത്തിലാണ്. കാരണം അവര് നടി ആക്രമിക്കപ്പെട്ട കേസിൽ അവരെടുത്ത നിലപാട് നമുക്കറിയാം. അതേ നിലപാട് തന്നെയാണ് ഇത്. വളരെ ഗുരുതരമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അമ്മയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്കിപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളുടെ ഈ സ്റ്റേജ് ഷോയുടെ റിഹേഴ്സലാണ്, ഞങ്ങൾ അതിലാണ് ശ്രദ്ധിക്കുന്നതെന്നാണ്. ഈ വിഷയമെന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ മറ്റേതെങ്കിലും മേഖലയെ കുറിച്ചുള്ളതല്ല, രാഷ്ട്രീയ രംഗത്തെ കുറിച്ചുള്ളതല്ല, മറ്റേതെങ്കിലും തൊഴിൽ മേഖലയെ കുറിച്ചുള്ളതല്ല, സിനിമാ രംഗത്ത് നടക്കുന്ന തീർച്ചയായും വനിതാ കമ്മീഷൻ ശ്രീ പി സതീദേവി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഞാൻ ശ്രീ സജീവൻ താങ്കളിലേക്ക് എത്താം. ഇപ്പോൾ പി സതീദേവി തീരുമാനത്തിന് വിധേയമായിട്ടിരിക്കുന്ന ഒരു കാര്യം, കോടതി മുമ്പാകെ ആ ഹർജി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് മറ്റു കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് സബ് ജുഡീസ് ആകും എന്നുള്ളത് കൊണ്ട് തന്നെ വനിതാ കമ്മീഷനെ സ്വമേധയാ കക്ഷി ചേർത്തിട്ടുണ്ട്. വനിതാ കമ്മീഷൻ കൂടി മൂന്നാം എതിർകക്ഷിയായിട്ട് വരുന്ന ഒരു കേസിൽ ഹൈക്കോടതിയുടെ തീരുമാനം വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ വ്യക്തമാക്കണം എന്ന് കൂടുതൽ കാര്യങ്ങൾ പറയാൻ എനിക്ക് നിയമപരമായിട്ട് തന്നെ അവകാശമില്ല. കോടതിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ ഭാഗങ്ങൾ പൂർണ്ണമായും കൊടുക്കണ്ടേ? പൂർണ്ണമായി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഭാഗങ്ങൾ പൂർണ്ണമായിട്ട് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയില്ല. തീർച്ചയായും ശ്രീ എ സജീവനിലേക്ക് തന്നെ തിരികെ എത്താം. ഇപ്പോൾ വനിതാ കമ്മീഷൻ പറഞ്ഞതിലൊരു യുക്തിയുണ്ട്. കാരണം ഈ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിൽ, അതും വനിതാ കമ്മീഷൻ കക്ഷിയായ ഒരു വിഷയത്തിൽ ഈ പ്രതികരിക്കുന്നതിന് നിലപാടുകൾക്ക് പരിമിതിയുണ്ട്, അത് ശരിയാണ്. പക്ഷേ അമ്മയെപ്പോലെയുള്ള സംഘടനകൾ, സിനിമാ സംഘടനകൾക്ക് എങ്ങനെയാണ് കോടതിയുടെ പരിഗണനയിലെത്തി എന്ന് പറഞ്ഞ് പരിധി നിശ്ചയിക്കാനാകുന്നത്? അതുമാത്രമല്ല, കോടതിയുടെ പരിഗണനയിൽ എത്തുന്നത് വരെ അവർ പറഞ്ഞിരുന്നത് 100-300 പേർ പങ്കെടുക്കുന്ന ഷോ ഉണ്ട് എന്നാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് പ്രതികരിക്കാൻ ഇപ്പോൾ പറ്റില്ല, പഠിച്ച ശേഷം പ്രതികരിക്കാനാകൂ, ഇങ്ങനെ ഓരോ മുട്ടുന്യായം പറഞ്ഞു പോവുകയായിരുന്നു ചെയ്തത്. ശ്രീ എ സജീവൻ, എങ്ങനെയാണ് താങ്കൾ ഇതിനെയൊക്കെ കാണുന്നത്? വളരെ ഒരു സംഘടനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം അവരുടെ ഈ സംഘടന എന്ന് പറയുന്നത്, അമ്മ എന്ന് പറയുന്ന സംഘടന ഈ പ്രമുഖരായിട്ടുള്ള താരങ്ങൾ മാത്രം അടങ്ങുന്ന സംഘടനയല്ല. ഇതിൽ ഇരകളാക്കപ്പെട്ട ആണും പെണ്ണും ഉൾപ്പെടെയുള്ള ആളുകളുടെ സംഘടന കൂടിയാണ്. അവരാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകളുടെ കാര്യം വരുമ്പോൾ, അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന, അവരുടെ തൊഴിലിനെ ബാധിക്കുന്ന കാര്യം വരുമ്പോഴും ഞങ്ങൾ ഇങ്ങനെയാണ് പ്രതികരിക്കുക. ഞങ്ങൾക്കിപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഈ ഞങ്ങളുടെ സ്റ്റേജ് ഷോ ആണ്. ഞങ്ങൾ അഥവാ ഇനി കാര്യങ്ങളൊക്കെ പഠിച്ച് മറ്റു സംഘടനകളുമായിട്ട് ചർച്ച ചെയ്ത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട്, ഈ സിദ്ദിഖ് പറഞ്ഞതിൽ ഏറ്റവും തമാശയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അത് ഞങ്ങളെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് പരിശോധിച്ചതിന് ശേഷം പ്രതികരിക്കാമെന്നാണ്. അതായത് ഇവരെ ദോഷമായിട്ട് ബാധിക്കുന്ന, ഞാൻ വ്യക്തിപരമായിട്ട് ആരെയും പറയുന്നില്ല, ഇവരെ ആരെങ്കിലുമൊക്കെ ഈ താരദൈവങ്ങളെയൊക്കെ വ്യക്തിപരമായിട്ട് ബാധിക്കുന്ന കാര്യമുണ്ടെങ്കിൽ അവരുടെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ള കാര്യം കുറിച്ച് പറയാതെ പറയുകയാണ്. അപ്പൊ ഇത്തരത്തിൽ ഒരു സംഘടന, വ്യക്തികൾക്ക് എങ്ങനെ പറയാം ഞാൻ പ്രതികരിക്കുമോ ഇല്ലേ എന്ന് പറയാം, പക്ഷെ ഒരു സംഘടനയ്ക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഇത് അമ്മയുടെ കാര്യം മാത്രമല്ല, മാക്ടയും ഫെഫ്കയും ഒക്കെ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതേ രീതി ആരും പറയുന്നില്ല. ഇതിൽ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ കണ്ടു നടിയെ ആക്രമിച്ച കേസ് സംഭവത്തിൽ അതിന്റെ പിറ്റേ ദിവസം ഇവർ എറണാകുളത്ത് മെറൈൻ ഡ്രൈവില് എല്ലാവരും ഒത്തുകൂടി ഞങ്ങളുടെ സഹോദരിക്കൊപ്പമാണ് ഞങ്ങളെന്ന് എല്ലാവരും പറഞ്ഞു. എല്ലാ മഹാനടന്മാരും അവിടുന്ന് പറയുന്നത് നമ്മൾ കേട്ടതാണ്. അതിനുശേഷം ഈ സംഗതി മാറിയപ്പോ ഞങ്ങളെ എങ്ങനെ ബാധിക്കും, ഞങ്ങളിൽ ചില താരദൈവങ്ങളെ എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യം വന്നപ്പോഴേക്കും അവർ മാറി. അവര് ഈ ഇരയ്ക്കൊപ്പമല്ല വേട്ടക്കാർക്കൊപ്പമാണ് നിന്നെന്നുള്ള കാര്യം നമ്മൾ കണ്ടാണ്. അതുകൊണ്ട് എനിക്കിതിൽ അത്ഭുതമൊന്നുമില്ല. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവരുടെ ഭാഗത്ത് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളെ ഉണ്ടാവും. അതില് ഈ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം ആളുകളെയാണോ നമ്മൾ താരദൈവങ്ങളായിട്ട് ആരാധിക്കേണ്ടതെന്നുള്ള ഒരു കാര്യമുണ്ട്. ഈ സംഭവത്തില് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ നടക്കണമെങ്കിൽ ഇതിൽ വ്യക്തിപരമായിട്ട് ആളുകൾ രംഗത്തേക്ക് വരേണ്ടതുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞ പരാതി കൊടുക്കേണ്ട കാര്യമുണ്ട്. പക്ഷെ അതിന് പോലും ആളുകൾ തയ്യാറാവില്ല. കാരണം എന്തെങ്കിലും ഒരു തരത്തിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ ഗുരുതരമാണ്. ഇവിടെ നമ്മൾ തിലകന്റെ കാര്യത്തിൽ കണ്ട, തിലകൻ എത്രമാത്രം മലയാളത്തിലെ ഏറ്റവും വലിയ നടന്മാരിൽ 4-5 ആളുകളുടെ പേരെടുക്കുമ്പോൾ അതിലൊരാൾ തിലകനാണല്ലോ. അതേപോലെ ജഗദീഷ് ശ്രീകുമാർ ഇവരെ കുറിച്ച് പറഞ്ഞ അവസാനം ജഗദീഷ് ശ്രീകുമാർ സറണ്ടർ ചെയ്യേണ്ടി വന്നു.
അപ്പൊ അത്തരത്തിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ആളുകളുണ്ട്. അത് ഈ WCCയുടെ കാര്യത്തില് WCCയിൽ പെട്ട എത്ര പേര് പ്രതികരിച്ച എത്ര പേർ പിന്നീട് സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം കുറെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ആളുകൾ പ്രതികരിക്കാൻ എത്രമാത്രം പീഡനം ഏൽക്കേണ്ടി വന്നാലും പ്രതികരിക്കാൻ തയ്യാറാവില്ല എന്ന് ഇവർക്കറിയാം. ഇവരൊരുമിച്ച് നിന്ന് കഴിഞ്ഞാല് ഇവരെ ആരെയും കൊമ്പ് വിളിച്ച് വീഴ്ത്താൻ പറ്റില്ല എന്നുള്ള കാര്യം തീർച്ചയായും ശ്രീ സജീവൻ, നമുക്കിപ്പോൾ ഈ ഒരു കണ്ടിന്യൂസ് റിബൽ സിൻഡ്രം ഉള്ളവർ സ്ഥിരമായി എല്ലാ മേഖലകളിലും ഉണ്ട്. അവർ നിരന്തരം ഇങ്ങനെ കലഹിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. പക്ഷേ അതിനൊന്നും മറുപടി പറയാൻ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഒരിക്കലും പറ്റണമെന്നില്ല പലപ്പോഴും. പക്ഷേ ഇവിടെ അതല്ല സാഹചര്യം. കേസെടുക്കുന്നതിന് മറ്റ് നിയമപരമായ പരിമിതികളുണ്ട്. കാരണം ആൾക്കാരുടെ ഐഡൻറ്റിറ്റി വ്യക്തമാക്കണം, പരാതി ലഭിക്കണം, ഇത്തരത്തിലുള്ള നിരവധി പ്രക്രിയകളുണ്ട്. പക്ഷേ അതുപോലല്ല, ഈ സിനിമാ മേഖലയിലെ ഒന്നാകെ ഉള്ള പുഴുക്കുത്തുകൾ കൃത്യമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിഫലിക്കുകയും അത് പൊതുജന സമക്ഷത്തിൽ എത്തുന്ന ഘട്ടത്തിലെങ്കിലും അതേ സംബന്ധിച്ച്, അതായത് ഈ 4, 5, 15 വരുന്ന പവർ ഗ്രൂപ്പിൻ്റേത് മാത്രമല്ല സിനിമ ഏറ്റവും എല്ലാ തട്ടിലുമുള്ളവരാണ്. ലൈറ്റ് ബോയ് മുതൽ എല്ലാ തട്ടിലുമുള്ളവരാണ്. സംവിധായകർ, നിർമ്മാതാക്കൾ അടക്കമുള്ള എല്ലാവരുടെയും കൂടിയാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രതിഫലനമാണ് എന്ന അർത്ഥത്തിൽ ഈ ഫെഫ്കെ ആയാലും പഴയ മാക്ടെ ആയാലും അല്ലെങ്കിൽ ഈ ഇപ്പോഴത്തെ അമ്മയായാലും മറ്റേ ഏത് സംഘടനയായാലും ഫിലിം ചേംബർ ആയാലും ഒക്കെ അതിനകത്ത് പ്രതികരിക്കേണ്ട ഒരു ധാർമ്മികതയുണ്ട്. ഇതെല്ലാം WCC അടക്കമുള്ള കാര്യങ്ങളിൽ WCCയുടെ സ്ഥാപക അംഗത്തിനെതിരെ അടക്കം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ സമഗ്രമായി ഇതിനെ കാണേണ്ടതുണ്ട്. ഈ അവകാശങ്ങൾ തനിയെ വരുന്നതല്ല, പോരാടി മേടിക്കുന്നത് കൂടിയാണ്, അല്ലേ? തീർച്ചയായിട്ടും. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം, ഇവർക്ക് ഈ ആളുകളെ ഇതിൽ പേര് പറഞ്ഞിട്ട് പുറത്തേക്ക് പറഞ്ഞില്ലെങ്കിൽ പോലും ഇതിൽ പറയുന്ന ചില ആളുകളുടെ പേര് പറഞ്ഞ് അവരെ ഞങ്ങൾ പുറത്താക്കുമെന്ന് പറയാനും പറ്റിയെന്ന് വരില്ല. പക്ഷെ ഞങ്ങൾ ഇതിലെ ഇത്തരം പ്രവണതകൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടിയെടുക്കുമെന്ന് ഈ എല്ലാ സംഘടനകളും ചേർന്ന് അടിയന്തരമായിട്ട് യോഗം ചേർന്ന് തീരുമാനിക്കേണ്ടതായിരുന്നു. അവർ പ്രഖ്യാപിക്കേണ്ട ഇത്തരം കുറെ സംഭവങ്ങളെ കുറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് ഗുരുതരമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾ അത് ഇത്തരം സംഭവങ്ങളെ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളും എന്നൊക്കെ ഒരു വാക്ക് പറഞ്ഞതിന് നമുക്ക് ഇവരോട് ആരാധന പോലും തോന്നുമായിരുന്നു. ഇതല്ലല്ലോ. ഇവരാരും കുറെ പേര് മിണ്ടുന്നില്ല. കുറെ പേര് ഞങ്ങൾ പഠിച്ച് ഞങ്ങൾക്കെതിരെ ഞങ്ങളിത് എങ്ങനെ ബാധിക്കുമെന്ന് നോക്കിയിട്ട് പ്രതികരിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് എന്തെല്ലാം ഒളിച്ചു വെക്കാനുണ്ടെന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടാവുന്നില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും താങ്കൾ പറഞ്ഞ പോലെ ഓരോ സംഘടനയിലും ഓരോ തൊഴിൽ മേഖലയിലും ഈ ചില ആളുകൾ അനാവശ്യമായിട്ട് ആരോപണങ്ങളും പരാതികളൊക്കെ ഉന്നയിക്കും. അതെല്ലാം പരിഹരിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണെന്നില്ല. പക്ഷെ ഇതല്ല. ഇത് നിയമപരമായിട്ട് സർക്കാർ രൂപീകരിച്ച ഒരു കമ്മിറ്റി. ആ കമ്മിറ്റിയിൽ വളരെ പ്രശസ്തരായിട്ടുള്ള ഈ സിനിമാ രംഗത്തുള്ള ഈ സർവീസ് രംഗത്തുള്ള അതേപോലെ തന്നെ ഈ ജുഡീഷ്യറിയിലുള്ള ആളുകളാണല്ലോ ഇത് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് ഇത് വളരെ കൃത്യമായിട്ട് പറയുന്നത്. അതിൽ പറയുന്ന ഓരോ കാര്യങ്ങൾ, അതിൽ പറയുന്ന വാക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ പറയാത്ത പേജിൽ എത്രമാത്രം ഭീകരതയുണ്ട് നമുക്ക് മനസ്സിലാവും. കാരണം മിന്നുന്നതെല്ലാം താരങ്ങളല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. അതെ, അതിൽ തന്നെ പറയുന്നുണ്ട്. കാരണം ശാസ്ത്രീയമായി നോക്കുമ്പോൾ ഒരു നക്ഷത്രവും തിളങ്ങുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഈ സിനിമയിലുള്ള എല്ലാവരും. അത് നമ്മൾ ഈ താരങ്ങളെന്ന് പറയുമ്പോൾ നമ്മളുടെ 1, 2, 3 പേരുടെ ഫോക്കസിലേക്കാണ് പോകുന്നത്. അങ്ങനെയല്ല, മറ്റൊരു അർത്ഥത്തിൽ, വിശാല അർത്ഥത്തിൽ തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് പരാമർശിക്കുന്നത്.